തിളങ്ങുന്നാന്ന് എനിക്ക് തോന്നണം. കുറച്ചും കൂടി തിളക്കം വരാണ്ട് ആള് MP ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ നല്ലത്. എന്നിട്ട് ആൾ സിനിമയിലേക്ക് പോയിക്കോട്ടെ. എന്നിട്ട് അപ്പോൾ ആൾക്ക് ഇത്തിരി കൂടിയും സിനിമയിൽ അഭിനയിക്കാനും പറ്റും, അപ്പോൾ പൈസ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ആൾ കുറച്ചും കൂടി പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു. കേരള വിഷൻ ന്യൂസിൻ്റെ തദ്ദേശ പോര് യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. വടക്കുന്നാഥൻ്റെ മണ്ണിലാണ്, വടക്കുന്നാഥൻ്റെ മുൻപിലുമാണ്. സ്വാഭാവികമായും ഈ വടക്കുന്നാഥൻ്റെ മണ്ണ് ഉൾക്കൊള്ളുന്ന ഈ തൃശ്ശൂർ കോർപ്പറേഷൻ നിലവിൽ ഭരിക്കുന്നത് LDF ആണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 24-24 എന്ന നിലയിലായിരുന്നു LDFും UDFും. അന്ന് കോൺഗ്രസ് വിമതനായിരുന്ന MK വർഗീസിനെ മേയറാക്കിക്കൊണ്ടാണ് LDF അധികാരം പിടിച്ചെടുത്തത്. BJPക്ക് 6 ഡിവിഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത്തവണ 3 മുന്നണികളും ഈ കോർപ്പറേഷന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സുരേഷ് ഗോപി ഇഫക്റ്റ് ഇപ്പോഴുമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് പരിശോധിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾ തന്നെ അതിന് മറുപടി പറയട്ടെ എന്നുള്ളതാണ്. ചേട്ടാ, തദ്ദേശപ്പോരെന്ന് പറഞ്ഞ പരിപാടിയാണ്. അപ്പോൾ ഇത്തവണ തൃശ്ശൂർ കോർപ്പറേഷൻ ആര് ഭരിക്കും? കാരണം കഴിഞ്ഞ തവണ 24-24 ആയിരുന്നു, MK വർഗീസിനെ വെച്ച് LDF ഭരിച്ചു. BJP കഴിഞ്ഞ തവണ 6 ആണെങ്കിൽ ഇത്തവണ കോർപ്പറേഷൻ ഭരിക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. UDF തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നു. എന്താണ് അഭിപ്രായം? യഥാർത്ഥത്തിൽ ഇതൊരു സത്യസന്ധമായ പോരാട്ടത്തിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത്. ശക്തനെ ആര് കൈയടക്കും എന്നുള്ളത് വാസ്തവത്തിൽ ഈ നിമിഷത്തിൽ ആർക്കും നിർവചിക്കാൻ പറ്റില്ല. പക്ഷേ പ്രവർത്തനത്തിൻ്റെ ഫലം നമ്മൾ വീണ്ടെടുത്ത് നോക്കുമ്പോൾ ഇടതിന് തന്നെയാണ് സാധ്യത തെളിഞ്ഞു കാണുന്നത്. അവരുടെ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും വില്ലേജുകളും എല്ലാം ത്രിതല പഞ്ചായത്തൊക്കെ നോക്കുമ്പോൾ വളരെയധികം പ്രയത്നം ചെയ്തിട്ട് സാക്ഷരതയും ഡിജിറ്റൈസേഷനും വരുത്തിയിട്ടുണ്ട്. ആ പാതയിലൂടെ മുന്നേറാൻ സാധ്യത ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരു പ്രചോദനം നൽകിയിട്ടുണ്ട്. ഇനി എന്ത് വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇടതുപക്ഷത്തിന് തന്നെയാണ് തൃശ്ശൂർ സാധ്യത. ഈ സുരേഷ് ഗോപി BJP പറയുന്ന ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിയുടെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് ഇത്തവണയും കോർപ്പറേഷനിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ പഴയ ഇമേജ് ഉണ്ടോ സുരേഷ് ഗോപിക്ക്? ഈ വാസ്തവത്തിൽ അദ്ദേഹം പേഴ്സണലായിട്ട് വെരി ഗുഡ്, ഞാൻ വളരെ യെസ് ചെയ്യുന്നു. പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആ നടത്തിപ്പും കാര്യങ്ങളായിട്ട് അദ്ദേഹത്തിന് അത്ര അങ്ങ് കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ആ തലത്തിലൊന്നും പറ്റിയിട്ടില്ല. ഈ കേന്ദ്രമന്ത്രി എന്ന തലത്തിലും അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. അത് എവിടെ വരെ എത്തിയെന്ന് പ്രയത്നം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ വിലയിരുത്തണം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എന്താണ് തോന്നുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ കാര്യത്തിൽ? അതെ, അതിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം ഭരിച്ചവർ നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തുടർന്ന് ഭരിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ BJPയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ 3ാമത്തെ ടൈമിൽ അല്ലേ? ഇത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെയാണ് ചോദിക്കുന്നത്. കോർപ്പറേഷൻ്റെ ആണെങ്കിലും ജനം മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ വ്യക്തിപരമായിട്ട് ഉള്ള ഒരു ഇതിലല്ലല്ലോ നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിൻബലത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായാലും ഒരു ട്രെൻഡ് നമ്മൾ കാണുമ്പോൾ ജനം ചിന്തിക്കാൻ തുടങ്ങും. മാറി നാളുകളായിട്ട് ഈ 2 മുന്നണികൾ ഇങ്ങനെ പരീക്ഷിച്ച്, അതായത് BJPക്ക് അനുകൂലമായിരിക്കുന്നതാണ്. അല്ല, BJP ഇപ്പോഴുള്ളതിനേക്കാളും കുറച്ചും കൂടിയും അവരുടെ നില മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപി എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇത്തവണയും ആ ഒരു എഫക്റ്റ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് BJP പറയുന്നു. എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ പഴയ ഇമേജ് ഇപ്പോഴും ഉണ്ടോ തൃശ്ശൂരിൽ? അത് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തെക്കുറിച്ച് അല്ല, ശരിക്കും പറഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിലൊന്നും അത് ഒരു ഇതില്ല. അപ്പോൾ തദ്ദേശപ്പോര് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ LDF ആണ് ഭരിച്ചത്. 24-24 ആയിരുന്നു LDFും UDFും. അതിനകത്ത് MK വർഗീസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വിമതനെ പിടിച്ച് LDF ഭരിച്ചു. അന്ന് BJP 6 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായത്. BJP ഇത്തവണ പറയുന്നു അവർ നില മെച്ചപ്പെടുത്തു എന്ന് പറയുന്നു. അവർ പറയുന്നത് സുരേഷ് ഗോപി എഫക്റ്റൊക്കെ ലോക്സഭയിലുണ്ടായിരുന്നു, അതുപോലെ കോർപ്പറേഷനിലും ഉണ്ടാവുന്നതാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? എനിക്ക് തോന്നുന്നില്ല ഈ പ്രാവശ്യം BJP കൊണ്ടുപോകും, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഈ പ്രാവശ്യം അവർ ഇപ്പോൾ തിരുവനന്തപുരത്താണേലും അല്ലെ എല്ലാ സ്ഥലത്തും ഭയങ്കര ഹൈ പ്രൊഫൈൽ കാൻഡിഡേറ്റ്സിനെയാണല്ലോ അവർ നിർത്തുന്നത്. അപ്പോൾ പിന്നെ നമുക്ക്
പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ലോക്കൽ ലെവലുള്ള ഇലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേയൊക്കെ വ്യക്തിബന്ധങ്ങളും അതിലേക്ക് പോവും. നമുക്ക് സാധ്യത കുറവാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് തൃശ്ശൂർ കോർപ്പറേഷൻ BJP ഉണ്ടാവില്ല, പിന്നെ ആരായിരിക്കും വരിക? LDFനാണോ UDFനാണോ സാധ്യതയുള്ളത്? അതറിയില്ല. അത് കഴിഞ്ഞ തവണത്തെ പോലെ ഇഞ്ചോടിഞ്ച് തന്നെയാണ് ആയിരിക്കും. എല്ലാ മുന്നണികളും ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്ന അവകാശപ്പെടുന്നുണ്ട്. അതിന് അർത്ഥമുണ്ട്. കാരണം ലോക്സഭാ സീറ്റ് BJP ആണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഒന്ന് നില മെച്ചപ്പെടുത്തിയാൽ LDFോ UDFോ ഭരിക്കാം. എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? ടഫാണ്, അത് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ചില മണ്ഡലങ്ങൾ 200 വോട്ട് 150 വോട്ടിനൊക്കെയാണ് വിജയിക്കുക. അതുകൊണ്ട് ഒരിക്കലും മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന മണ്ഡലം ജയിക്കുന്നു ഇന്ന വാർഡ് ജയിക്കുന്നു പറയാൻ പറ്റില്ല. എന്നിരുന്നാലും UDFും LDF തന്നെയാണ് മത്സരം വരിക എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ BJPയും ചിലപ്പോൾ കുറച്ച് സീറ്റുകളും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് തദ്ദേശ ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ നിന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ട് വോട്ടുകൾ വരും. അതുകൊണ്ട് ചില വാർഡുകൾ എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇത് നല്ല മത്സരമായിരിക്കും. പിന്നെ പോളിങ്ങും ഒരു ഘടകമാണ്. നല്ല പോളിങ്ങൊക്കെയാണ്. പിന്നെ പിക്ചർ കറക്റ്റ് ആവണമെങ്കിൽ അവസാന മണിക്കൂറുകളിൽ അവസാനത്തെ ഒരു 2 ദിവസം കൊണ്ട് തീരുമാനം എടുക്കുന്ന ചില വോട്ടർമാരുണ്ട്. അവരെന്താ തീരുമാനിക്കുകയെന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു 75% ജനങ്ങൾ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു. ഒരു 25% വോട്ടർമാർ ആ 1-2 ദിവസത്തിനിടയിലാണ് തീരുമാനിക്കുക. ആ വോട്ടാണ് നിർണായകം. ബാക്കിയൊക്കെ പാർട്ടി ചിഹ്നത്തിൽ കുത്തുന്നവർ എന്ത് വന്നാലും അവർ അതിൽ തന്നെ കുത്തുള്ളൂ. ബാക്കിയുള്ള ആ 20% ഇല്ലേ, അവർ അവസാന നിമിഷത്തിൽ എന്താണ് അവർ ചിലപ്പോൾ പോളിംഗ് പുതിരി പോകുമ്പോൾ ദൈവം അവരെ കൊണ്ട് എന്താ തോന്നിപ്പിക്കണേ വെച്ചാൽ അവരതിൽ കുത്തും. അതിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം മാറും. മറ്റൊന്ന് BJP പറയുന്നത് നേരത്തെ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഇമേജ് ഉണ്ടോ? അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തിളങ്ങിയോ എന്നുള്ളതാണ്. അദ്ദേഹം തിളങ്ങുന്നാന്ന് എനിക്ക് തോന്നണം. കുറച്ചും കൂടി തിളക്കം വരാണ്ട് ആള് MP ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ നല്ലത്. എന്നിട്ട് ആൾ സിനിമയിലേക്ക് പോയിക്കോട്ടെ. എന്നിട്ട് അപ്പോൾ ആൾക്ക് ഇത്തിരി കൂടിയും സിനിമയിൽ അഭിനയിക്കാനും പറ്റും. അപ്പോൾ പൈസ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ആൾ കുറച്ചും കൂടി പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും തോന്നും. മിക്കതും എനിക്ക് തോന്നുന്നത് നിയമസഭ കഴിഞ്ഞാൽ രാജിവെക്കാൻ സാധ്യതയുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ MP ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ അത്ര പോലെ. പക്ഷെ അത് വിലയിരുത്താറായിട്ടില്ല. 1 കൊല്ലമായിട്ടുള്ളൂ. നമുക്ക് ഇനിയും പ്രതീക്ഷിക്കുക. കഴിഞ്ഞ തവണ തൃശ്ശൂർ കോർപ്പറേഷൻ നെക്കായിരുന്നു. 24 UDF LDF. അതിനകത്ത് അറിയാലോ, MK വർഗീസ് മേയറായി. അപ്പോൾ LDFിൻ്റെക്ക് ചാഞ്ഞു. ഈ 6 സീറ്റായിരുന്നു അന്ന് BJP കിട്ടിയത്. ഇത്തവണ 3 മുന്നണികളും അവകാശപ്പെടുന്നുണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നു. അതിന് കൃത്യമായ കാര്യമുണ്ട്. കാരണം ലോക്സഭാ സീറ്റ് BJP ആണ്. കഴിഞ്ഞ തവണ 2 പേരും തുല്യമായിരുന്നു. എന്താണ് ചേച്ചി, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇത്തവണ ആർക്കായിരിക്കും ട്രെൻഡ് അനുകൂലമാവുക തൃശ്ശൂർ കോർപ്പറേഷനിൽ? തൃശ്ശൂർ കോർപ്പറേഷനിൽ BJP ആയിരിക്കും 100% ഉറപ്പാണ്. ഭരണം അടിപൊളിയായിട്ട് കാഴ്ചവെക്കുന്നുണ്ട്. നമ്മൾ കാണുന്നല്ലേ, നമ്മളെപ്പോലെയുള്ള ലേഡീസിന് അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ഈ ഭരണം രംഗത്ത് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കോർപ്പറേഷൻ ഭരണം അടിപൊളിയാണെന്നാണോ പറയുന്നത്? കോർപ്പറേഷൻ ഭരണം കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ LDF ആണ് ഭരിക്കുന്നത്, BJP അല്ല. പക്ഷേ ഇപ്പം അല്ല, അതായത് LDF ഭരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. സ്വാഭാവികമായിട്ടും ഇത്തവണ 3 മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇത്തവണ ആരായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുക? ഒരു സാഹചര്യമാണ്, ട്രെൻഡ് എങ്ങോട്ടാണ്? ഞങ്ങളുടെ ആഗ്രഹം നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ജയിക്കണം എന്നാണ്. ഇലക്ഷൻ ഒന്ന് കാണാൻ എന്തായാലും. ഇത്തവണ 3 മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇത്തവണ ആർക്കായിരിക്കും സാധ്യത? LDF തന്നെയാണ് സാധ്യത കൂടുതൽ. ചേട്ടാ, കേരള വിഷൻ ന്യൂസിൻ്റെ തദ്ദേശപ്പൂര് എന്ന് പറഞ്ഞ പരിപാടിയാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇല്ല. ഇത്തവണ ആർക്കാണ് സാധ്യത? കഴിഞ്ഞ തവണ LDF ആണ് ഭരിച്ചത്. ഒരു വിമതൻ്റെ പിന്തുണയോട്. അയാളാണ് മേയറായത്, അദ്ദേഹമാണ് മേയറായത്. ഇത്തവണ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് പൊളിറ്റിക്കലി അങ്ങനെ വ്യൂസ് അറിയില്ലെങ്കിലും ഞാനിപ്പോൾ വിചാരിക്കുന്നത് LDF ഇപ്പോൾ സ്ട്രോങ് ആണല്ലോ, അപ്പോൾ അവർ തന്നെയാണ് എന്നാണ് വിചാരിക്കുന്നത്. കേരള വിഷനിലൊക്കെ പറഞ്ഞു. അതായത് തൃശ്ശൂർ കോർപ്പറേഷനെ നിലവിൽ LDF ആണ് ഭരിച്ചത്. 24 ആയിരുന്നു LDF UDFും. MK വർഗീസ് പിന്തുണ അറിയാലോ, അതൊക്കെ അറിയാലോ. 6 BJP ആണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 3 മുന്നണികളും അവകാശപ്പെടുന്നുണ്ട്. ഇത്തവണ ആർക്കാണ് തൃശ്ശൂർ സാധ്യത? തൃശ്ശൂർ അങ്ങനെ സാധ്യത എന്ന് പറഞ്ഞാൽ BJP കുറച്ചുകൂടി സീറ്റ് വരും.
6 എന്നുള്ളത് കുറച്ചുകൂടി കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ ആയിരിക്കും അത് കൂടുതലും പോവാം. അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ LDF ആണ് ഭരിച്ചത്, MK വർഗീസിൻ്റെ പിന്തുണയോടുകൂടി. 24-24 LDF UDF. BJP 6 ഉണ്ടായിരുന്നത്. ഇത്തവണ 3 മുന്നണികൾ അവകാശപ്പെടുന്ന കോർപ്പറേഷൻ നേടുന്നതാണ്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത്തവണയും LDF തന്നെ കൊണ്ടുപോകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത്തവണ 3 കക്ഷികളും പറയുന്നു കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുമെന്നുള്ളത്. ആർക്കാണ് സാധ്യത? ഇവിടെ ഇപ്പോൾ LDF-ന് ചാൻസ്, LDF-ന് തന്നെ നിൽക്കുള്ളൂ. BJPക്ക് കഴിഞ്ഞ തവണ 6 സീറ്റ് ഉണ്ടായിരുന്നത്. ഇത്തവണ 3 മുന്നണികളും അവകാശം പറയുന്നുണ്ട്. ആർക്കായിരിക്കും ഇത്തവണ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സാധ്യത? LDF ആണെന്ന്. ഞാൻ ഒരു പാർട്ടിയിലില്ലാത്ത ഒരാളാണ്. എനിക്ക് വോട്ട് തന്നെയല്ല, ഞാൻ വോട്ട് ചെയ്യാറില്ല. അതാണ് സത്യം. വോട്ട് ചെയ്യാത്ത ഞാൻ ഇതുവരെ വോട്ട് ID എടുത്തിട്ടില്ല, പിന്നെ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നി, അത് കാരണം വോട്ട് ചെയ്യാറില്ല. പക്ഷെ അത് ഒരു പൗരൻ്റെ ഒരു വലിയ അവകാശമാണ് കേട്ടോ. ഞാൻ മാത്രം വോട്ട് ചെയ്തിട്ട് ഇപ്പം നാട് നേരാവാൻ പോണില്ലല്ലോ, അത് കാരണം. BJPക്ക് 6 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 3 മുന്നണികൾ ഇത്തവണ ഭരിക്കുമെന്ന് അവകാശപ്പെടുന്നു. ആർക്കായിരിക്കും ഇത്തവണ സാധ്യത? ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം എല്ലാവരും ഈ എപ്പോഴത്തെ ഒരു മൂഡിനനുസരിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ എല്ലാവരും ആരാണ് ഭരിക്കണേന്നുണ്ടെന്ന് വെച്ചാലും ഭയങ്കര മോശമാണ് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ അവസ്ഥ. തൃശ്ശൂരിൻ്റെ എന്നല്ല, മൊത്തം കേരളത്തിൻ്റെ തന്നെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. തൃശ്ശൂരിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് ഇവിടെ ഷോപ്പാണ്. അത് നമുക്കൊന്ന് നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ നമുക്കൊരു സപ്പോർട്ടല്ല തരുന്നത്. ശരിക്കും പറഞ്ഞാൽ മുന്നത്തെ ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് സപ്പോർട്ടല്ല തരുന്നത്. നമ്മളെങ്ങനെയെങ്കിലും ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് ജീവിച്ചപ്പോൾ കോട്ടയെന്ന് വെച്ചിട്ട് നിന്നാലും പക്ഷേ അതിനൊരു സപ്പോർട്ട് കിട്ടണില്ല. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇത്തവണ ഏത് മുന്നണിക്കായിരിക്കും സാധ്യത എന്നായിരുന്നു ഈ ചോദ്യം 1. മറ്റൊന്ന്, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തെ തൃശ്ശൂർകാർ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതുമാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് LDF എന്ന ഉത്തരമാണ് പലരും നൽകിയത്. ഇതിനപ്പുറത്തും വോട്ടർമാരുണ്ട് എന്നുള്ളത് കൊണ്ടും LDF-നാണ് നിലവിൽ ഈ നമ്മൾ അഭിപ്രായം തേടിയവരിൽ ഭൂരിഭാഗവും മുൻഗണന നൽകുന്നത്. ഇത് വോട്ടർമാരുടെ ഒരു ചിന്തയാണോ എന്ന് ചോദിച്ചാൽ ബഹുഭൂരിഭാഗം വോട്ടർമാരും പുറത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരാണ് വിധി എഴുതേണ്ടത്. മറ്റൊന്ന്, സുരേഷ് ഗോപിയുടെ ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിലുള്ള പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പലരും പറയുന്നത്. അദ്ദേഹം മെച്ചപ്പെടുമെന്ന് പറയുന്നവരും ഉണ്ടായിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.